ഓഫീസിൽ പോകാൻ ഫ്രണ്ടിനെ നോക്കി വഴിയോരത്ത് നിൽക്കുമ്പോൾ വെറുതെ റീൽസ് നോണ്ടിരുന്നപ്പോഴാണ് രണ്ട് യുവാക്കൾ ചേർന്ന് കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന ഒരു ബ്രാൻഡിനെ പറ്റി കാണുന്നത്. നേരെ അവരുടെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ കയറി കൂടുതൽ വീഡിയോസ് കണ്ടു. അപ്പോഴാണ് അവർ വളരെ കഷ്ടപ്പെട്ട് ആ ബ്രാൻഡിനെ വളർത്തിയെടുക്കുന്ന ഒരു ജേർണി കാണുന്നത്. ഒരു ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു ഡിസൈനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ അവരുടെ ലോഗോ ശ്രദ്ധിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച ഞാൻ അവരുടെ ലോഗോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു ബുക്കും എടുത്ത് ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ തുടങ്ങി. ഇവരുടെ ബ്രാൻഡിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവരുടെ ബ്രാൻഡിന്റെ നെയിം തന്നെയാണ്, മുളക് പെട്ടി. അതുകൊണ്ട് തന്നെ ലോഗോയിൽ എന്തായാലും ഒരു മുളകും പെട്ടിയും വേണമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഒത്തിരി ടൈം ഇരുന്ന് പണിപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആ മുളകും പെട്ടി ഒരുമിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടാ. ഇത് കാണുന്നില്ല, കുറെ പേപ്പർ അപ്പുറത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഈ ഔട്ടിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് നേരെ ഇതിന് ഇല്ലസ്ട്രേറ്ററിലേക്ക് ഇടാം. ഇല്ലസ്ട്രേറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ഔട്ടാക്കി എടുക്കാം. അപ്പൊ അങ്ങനെ ഇല്ലസ്ട്രേറ്ററിലേക്ക് ഇട്ട് ഇതിന്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും തീർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കളറിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ലോഗോയുടെ ഫൈനൽ ഔട്ട്. ഇത് നമുക്ക് നേരെ പ്രൊഡക്റ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റിലേക്ക് ഇട്ടപ്പോഴുള്ള ഫൈനൽ ഔട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി എഴുതി അറിയിക്കുക. കൂടാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന യുവാക്കളെ കണ്ടെത്താം, അവരെ സഹായിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. ദിസ് ഈസ് അസ്ലുസ്ട്രേ ടേണിംഗ് ഓഫ്.